നമോതു നമസ്തേ എന്നതിൻ്റെ പ്രാകൃത രൂപം അല്ലെങ്കിൽ പൈശാചി രൂപം. ഞാൻ ഇതിനു മുമ്പ് വൈദിക സംസ്കൃതം, വേദിക് സാൻസ്ക്രിറ്റ്, അത് 7 ഭാഗങ്ങളായിട്ട് ചുരുക്കി, വലിയ മഹാസാഗരം പോലെയുള്ള വിഷയം 7 ഭാഗങ്ങളിലായിട്ട് ചുരുക്കിയിട്ട് ഭാഷയും വൈദിക സാഹിത്യവും വൈദിക മന്ത്രങ്ങളും ഋഷി ന്യാസം ഛന്ദസ് അങ്ങനെ എല്ലാ വിഷയങ്ങളും ഇതിൻ്റെ ഉച്ചാരണം തൊട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഹ്രസ്വമായിട്ട് വളരെ ചുരുക്കിയിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. 7 ഭാഗങ്ങളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ദീപാവലിയെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. 9ാമത്തെ വീഡിയോ ആയിട്ടാണ് പുതിയൊരു വിഷയവുമായിട്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളെല്ലാം കേട്ടിരിക്കും. ബൃഹത് കഥ, മഹാനായ കവി, മഹാകവി ഗുണാഢ്യൻ എഴുതിയ, അദ്ദേഹത്തെക്കുറിച്ച് കേട്ടുകേൾവിയാണ് കൂടുതൽ. മറ്റ് കവികളുടെ കൃതികളിൽ ഗുണാഢ്യനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഗുണാഢ്യനെ പൂർണ്ണമായ ചരിത്രമായിട്ട് ഗുണാഢ്യനെ കുറിച്ച് കൂടുതലായിട്ട് ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബൃഹത് കഥയും ഇന്ന് അലഭ്യമാണ്. പൈശാചി ഭാഷയും പൂർണ്ണമായും മൃതപ്രായമായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനൊരു ഭാഷ ഇന്ത്യയിൽ ഒരു കാലത്ത് വലിയൊരു സാഹിത്യ രൂപത്തിന് കാരണമായി ഭവിച്ചു എന്നുള്ളത് വളരെ ശുഭോദർക്കമായിട്ടുള്ള കാര്യമാണ്. ഏത് ഭാഷയിലാണ് അത് എഴുതിയത്, ബൃഹത് കഥ എഴുതിയതെന്ന് ദണ്ഡി തൻ്റെ കാവ്യാദർശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭൂത ഭാഷാമയീം പ്രാഹു അത്ഭുതാർത്ഥാം ബൃഹത് കഥാം. ഭൂതഭാഷാമയായിട്ടുള്ള, ഭൂതഭാഷ എന്നുദ്ദേശിക്കുന്നത് പൈശാചി ഭാഷ. അപ്പം 3 വിഷയങ്ങൾ ഇവിടെ പ്രധാനമാണ്. ഒന്ന് ലോകം മുഴുവൻ, ആ കാലഘട്ടത്തിൽ, ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു വന്നതായിട്ടുള്ള കഥകളെല്ലാം സംഗ്രഹിക്കുക എന്നുള്ള, സംഗ്രഹിച്ചൊരു മഹാകാവ്യം എഴുതുക, ഒരു മഹാകൃതി എഴുതുക എന്നുള്ളത്. മഹാകൃതി എന്ന് പറയുമ്പോഴത് നമ്മൾ മഹാഭാരതം എന്ന് കുറെ നീട്ടി ഉച്ചരിക്കാറുണ്ട്. 1,00,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം. ഇത് 7,00,000 ശ്ലോകങ്ങളുള്ള കൃതിയാണ്. 7,00,000 ശ്ലോകങ്ങളുള്ള കൃതി, അതാണ് ബൃഹത് കഥ എന്ന് പറയുന്നത്. ഗുണാഢ്യനാണ് ആ കൃതിയുടെ കർത്താവ്. അപ്പം ആ 7,00,000 ശ്ലോകങ്ങളുള്ള കൃതിയിൽ അവസാനത്തെ 1,00,000 മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. അത് ബാക്കി 6,00,000, 6 ഭാഗങ്ങൾ, 7 ഭാഗങ്ങളായിട്ടാണ്. 6 ഭാഗങ്ങളും ഗുണാഢ്യൻ്റെ കാലഘട്ടത്തിൽ തന്നെ നഷ്ടപ്പെട്ടിരുന്നു നമുക്ക്. ബാക്കിയുള്ള 1,00,000 ശ്ലോകങ്ങളിൽ നിന്നാണ് മറ്റ് പല കൃതികളും ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് സംസാരിക്കാം, ആ വിഷയം കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. അപ്പം ലോകകഥയിൽ തന്നെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള കഥാസാഹിത്യത്തിൽ ആദ്യത്തെ എന്ന് വേണമെങ്കിൽ പോലും പറയാവുന്ന അത്രയും കഥകൾ, ഒരു സമുദ്രം എന്നും സമുദ്രവും എല്ലാം ബ്രഹ്മാണ്ടം തന്നെ സംഗ്രഹിച്ചതുപോലുള്ള ഒരവസ്ഥയിലുള്ള കൃതിയാണ് ബൃഹത് കഥ എന്ന് പറയുന്നത്. അത്രയും ബൃഹത്താണ്. ആ നീട്ടി ഉച്ചരിച്ചാൽ മാത്രമേ ആ ബൃഹത് കഥയുടെ ആ പരപ്പും ആഴവും ഉയരവും ഒക്കെ അറിയാൻ സാധിക്കൂ. നമ്മൾ ഇന്ന് അറിയുന്ന പല കഥകളും, നമ്മൾ വിക്രമാദിത്യനും വേതാളവും, അത് പ്രസിദ്ധമായ എല്ലാവരും കേട്ടിരിക്കുന്ന കൃതിയാണ്. അത് ആ ഒരു കഥയാണ്. ആ കഥയുടെ ഉത്ഭവം ബൃഹത് കഥയാണ്. അതുപോലെ വരരുചിയുടെ കഥ നമ്മൾ ഐതിഹ്യമാലയിലൊക്കെ എടുക്കുമ്പോൾ ഈ ഉത്തരേന്ത്യയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വന്നതായിട്ടുള്ള കഥകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ബൃഹത് കഥയിലുള്ളതാണ്.
അതുപോലെ നാഗാനന്ദത്തിലെയും വിക്രമോർവശീയത്തിലെയും നാഗാനന്ദത്തിലെയൊക്കെ കഥകൾ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ബൃഹത് കഥയുമായി അതിൻ്റെ എല്ലാം മൂലരൂപം ബൃഹത് കഥയാണെന്ന് പറയാം. അപ്പം അത്രമാത്രം മഹത്തായ ഒരു കഥാസാഹിത്യമാണ് ബൃഹത് കഥ, സാഹിത്യകൃതിയാണ് ബൃഹത് കഥ എന്ന് പറയാം. ഇത് പൈശാചിയിൽ അധികം ഗ്രന്ഥങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പൈശാചിയിൽ അത് പൈശാചി മറ്റ് ഭാഷകൾ അറിയാത്തത് കൊണ്ട് പൈശാചിയിൽ അദ്ദേഹം എഴുതിയതല്ല. അദ്ദേഹം എഴുതാൻ കാരണം തന്നെ ഉണ്ടായിരുന്നു. അക്കാലത്തെ പ്രസിദ്ധനായ നമ്മുടെ രാജവംശത്തിൽ പൂർവീക രാജവംശങ്ങളുടെ ഗണനയിൽ വളരെ പ്രസിദ്ധമായൊരു രാജവംശമാണ് ശാലിവാഹന രാജവംശം. ശാലിവാഹന രാജാവിൻ്റെ രാജവംശം. അതിലെ പ്രസിദ്ധനായ ചക്രവർത്തി തന്നെ ശാലിവാഹന രാജാവ്, സാതവാഹന രാജാവ് എന്നും നമ്മൾ പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സഭാപണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ആസ്ഥാന പണ്ഡിതനായിരുന്നു ഈ ഗുണാഢ്യൻ എന്ന മഹാകവി. അപ്പോൾ അദ്ദേഹം ആസ്ഥാന പണ്ഡിതനായി അലങ്കൃതമായിരിക്കുന്ന ആ കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവമാണ് ഗുണാഢ്യനെ പൈശാചി ഭാഷയിൽ ഇങ്ങനെ ഒരു കൃതി എഴുതാൻ കാരണമാക്കിയത്. അപ്പോൾ ആ സംഭവം എന്ന് പറഞ്ഞാൽ സംസ്കൃത വ്യാകരണത്തെ ചൊല്ലിയുള്ള ശാലിവാഹന രാജാവ് സംസ്കൃത വ്യാകരണത്തിൽ അത്രമാത്രം കഴിവുള്ള ആളായിരുന്നില്ല, അജ്ഞനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അജ്ഞനായ രാജാവും മഹാപണ്ഡിതയായ ഭാര്യയും ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കവേ ഭാര്യ ഭർത്താവിനെ പരീക്ഷിക്കാനായിട്ടാണോ എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹത്തോട് പറയുകയാണ് മോദകൈ താടയമാം അബ്രവീത് മോദകേർദേവ പരിതാടയമാമിതി. മോദകൈ താടയമാം. അപ്പോൾ മോദകം എന്ന് പറഞ്ഞാൽ ഒരു പലഹാരം, ഒരു മധുര പലഹാരമാണ്, അതാണ് എന്ന് ധരിച്ച് രാജാവ് അതൊരു ഭംഗ്യന്തരേണ പറഞ്ഞ ഒരു വാക്യമാണ് എന്ന് ധരിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് മോദകം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം രാജ്ഞി പരിഹസിച്ചു. കാരണം ഉദ്ദേശിച്ചത് അതായിരുന്നില്ല. മാ ഉദകൈ തടയ, എന്നെ വെള്ളം തെറിപ്പിക്കരുത് എന്നാണ് രാജ്ഞി പറഞ്ഞിരുന്നത്. ആ അർത്ഥം മനസ്സിലാക്കാൻ രാജാവിന് കഴിഞ്ഞില്ല. മാത്രമല്ല രാജ്ഞി അത് എടുത്തു പറയുകയും ചെയ്തു. സന്ധികാര്യം ന ജാനാധി മാ ശബ്ദോദക ശബ്ദയോ അജ പ്രകരണം വേത്സി മൂർഖസ്ത്വം കഥമീശ്വര എന്ന ഈ സന്ധികാര്യം, മാ ഉദകൈ എന്ന സന്ധികാര്യം അറിയാൻ രാജാവിന് കഴിഞ്ഞില്ല എന്നുള്ള അർത്ഥത്തിൽ രാജ്ഞി പരിഹസിച്ചു. അത് രാജാവിനെ വല്ലാതെ വ്യാകുലനാക്കി, വിഷാദമഗ്നനാക്കി. അങ്ങനെ രാജാവ് തൻ്റെ സഭാപണ്ഡിതന്മാരോട് പറയുകയാണ്, എനിക്ക് എത്രയും വേഗം സംസ്കൃത വ്യാകരണം പഠിക്കണം. അതെനിക്ക് എത്രയും വേഗം പഠിപ്പിച്ചു തരുന്ന ആരാണ്, ആർക്ക് സാധിക്കുമെന്ന് പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ ഗുണാഢ്യനോട് തന്നെയാണ് ആദ്യം ചോദിച്ചത്. ഗുണാഢ്യൻ എന്ന സഭാപണ്ഡിതനോട് അദ്ദേഹം പറഞ്ഞു, 12 വർഷം വേണം സംസ്കൃത വ്യാകരണം മുഴുവനായിട്ട് പഠിക്കാൻ. 12 വർഷം തന്നാൽ ഞാനത് മുഴുവനായിട്ട് പഠിപ്പിച്ചു തരാം എന്ന്. അപ്പോൾ രാജാവിന് ധൃതിയായിരുന്നു പഠിക്കാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഭാപണ്ഡിതനായിട്ടുള്ള ശർവവർമാവ് അദ്ദേഹം പറഞ്ഞു, 6 മാസം കൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന്. അപ്പോൾ 6 മാസം കൊണ്ട് സംസ്കൃതം പഠിക്കുക സംസ്കൃത വ്യാകരണം പഠിക്കുക എന്നുള്ള അത്ര എളുപ്പമായിട്ടുള്ള ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇത്രയും ബൃഹത്തും മഹത്വമായ സംസ്കൃത വ്യാകരണം 6 മാസം കൊണ്ട് പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തന്നെ പരിഹസിക്കലാണ് എന്ന് ഗുണാഢ്യൻ തീർച്ചപ്പെടുത്തി. അപ്പം ഗുണാഢ്യൻ അപ്പോഴത്തന്നെ പ്രഖ്യാപിച്ചു, 6 മാസം കൊണ്ട് രാജാവ് സംസ്കൃത വ്യാകരണം മുഴുവനായി പഠിക്കുകയാണെങ്കിൽ,
സംസ്കൃത വ്യാകരണം പഠിക്കുകയാണെങ്കിൽ ഞാൻ സംസ്കൃതവും പ്രാകൃതവും സംസ്കൃതം അന്ന് ഏറ്റവും മൊത്തമായി അഖില പ്രചാരത്തിലിരുന്ന സംസ്കൃതവും ഭരണഭാഷയും എല്ലാം സംസ്കൃതമായിരുന്നു. അപ്പോൾ സംസ്കൃത ഭാഷ, അതുകൂടാതെ ഉപയോഗിക്കുന്ന പ്രാകൃത ഭാഷ, ഇത് രണ്ടും ഞാൻ ജീവിതത്തിൽ ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ സംസ്കൃതവും പ്രാകൃതവുമാണ് അദ്ദേഹത്തിന് അറിയുന്ന ഭാഷ. അപ്പം തന്നെ അദ്ദേഹം മൗനിയായെന്നാണ് പറയുന്നത്. സംസാരിക്കാതെ ആ രാജ്യം ഒരിക്കലും 6 മാസം കൊണ്ട് സാധിക്കില്ല എന്നർത്ഥത്തിൽ അദ്ദേഹം ഒരു ശപഥം ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പൊ ശർവവർമാവിന് കാര്യം മനസ്സിലായി. അന്ന് അപ്പോഴത്തെ ഒരു സംഭാഷണത്തിലും അപ്പോഴത്തെ ഒരു ധൈര്യത്തിലും അത് പറഞ്ഞെന്നല്ലാതെ 6 മാസം കൊണ്ടൊരിക്കലും സംസ്കൃത വ്യാകരണം പഠിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുകയും ഭാര്യ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ച് വരം നേടാൻ അഭ്യർത്ഥിക്കുകയും അങ്ങനെ ശർവവർമാവ് സുബ്രഹ്മണ്യനെ തപസ് ചെയ്ത് വരം സമ്പാദിച്ച് 6 മാസം കൊണ്ട് ശാലിവാഹന രാജാവിനെ സംസ്കൃത വ്യാകരണത്തിൽ അഗ്രഗണ്യനാക്കി മാറ്റി, വിദ്വാനാക്കി മാറ്റി. ശർവവർമാവിൻ്റെ വാഗ്ദത്വത്തിൽ അതിശയിതനും ആശാഭംഗത്തിന് കാരണമില്ല. ഒരിക്കലും നടക്കാത്ത കാര്യമായതുകൊണ്ട് തന്നെ മൗനിയായി രാജ്യം വിട്ടുപോയ, മറ്റ് സംസ്കൃതവും പ്രാകൃതവും സംസാരിക്കാനാകാതെ രാജ്യം വിട്ട ഗുണാഢ്യൻ കാട്ടിൽ വിന്ധ്യാടവിയിലെത്തുകയും കാട്ടിൽ വെച്ച് കാട്ടുജാതിക്കാരായ പുളിന്തന്മാരുടെ, അതാണ് ഭൂതഭാഷ എന്നതുകൊണ്ട് പിശാചുക്കളുടെ ഭാഷ, കാട്ടുജാതിക്കാരുടെ ഭാഷ, ആ ഭാഷയും കാട്ടിലുള്ള ശബ്ദങ്ങളും കേട്ട് അങ്ങനെ അതിൽ ആകൃഷ്ടനാകുകയും അങ്ങനെ പൈശാചി ഭാഷ തൻ്റെ ഭാഷയാക്കി തൻ്റെ സാഹിതി വിഷയമാക്കി മാറ്റുകയും ചെയ്തു. നന്ദി.